തിരുവല്ല കവിയൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കെ.എസ്.ഇ.ബി. കരാറുകാർ നടത്തുന്ന മരംമുറിയിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. വൈദ്യുതി ലൈനുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിന്റെ പേരിൽ ടച്ചിങ് വെട്ട്, നിയമവിരുദ്ധമായി മരങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാണ് പ്രധാന പരാതി. മരംമുറി ആശങ്കയും ആരോപണങ്ങളും കവിയൂർ, ഞാലിക്കണ്ടം, പെരുമ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ക്രെയിനുകൾ ഉപയോഗിച്ച് തേക്ക്, മഹാഗണി, ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ വിലപിടിപ്പുള്ള മരങ്ങൾ അനിയന്ത്രിതമായി മുറിച്ചുമാറ്റുകയാണ്. അരനൂറ്റാണ്ടിലേറെയായി നാട്ടുകാർ പരിപാലിച്ചു പോരുന്ന മരങ്ങൾ യാതൊരുവിധ മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെയാണ് വെട്ടിമാറ്റുന്നത്. കെ.എസ്.ഇ.ബി. കരാറുകാരും തടിക്കച്ചവടക്കാരും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടാണ് ഇതിനു പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മരങ്ങൾ ശാസ്ത്രീയമായി അല്ലാതെ മുറിക്കുന്നതിനാൽ അവ പാഴ്ത്തടികളായി മാറുകയും നാമമാത്രമായ വിലയ്ക്ക് വിൽക്കപ്പെടുകയും ചെയ്യുന്നു. ന്യൂസ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. ന്യൂസ് കേരള ടെലിഗ്രാം ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നു. 11 kV ലൈനുകളിൽ നിന്ന് 2.6 മീറ്റർ അകലത്തിലുള്ള മരങ്ങൾ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെ 10 മീറ്റർ വരെ അകലത്തിലുള്ള മരങ്ങൾ പോലും യാതൊരു കൂസലുമില്ലാതെ കരാറുകാർ വെട്ടിമാറ്റുന്നു. കഴിഞ്ഞ വർഷം മല്ലപ്പള്ളി മേഖലയിൽ ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പഞ്ചായത്ത്, റവന്യൂ അധികാരികളെ വിശ്വാസത്തിലെടുക്കാതെയാണ് കെ.എസ്.ഇ.ബിയുടെ ഈ നടപടികളെന്ന് ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നു. പ്രവാസിയുടെ പുരയിടത്തിലെ നാശം. യുകെയിൽ ഡോക്ടറായ ഡോക്ടർ ജേക്കബ് ഉമ്മന്റെ ഉടമസ്ഥതയിലുള്ള കവിയൂരിലെ പുരയിടത്തിൽ നടന്ന മരംമുറി വിവാദമായിരിക്കുകയാണ്.